മലയാളികൾ ഒന്നടക്കം നെഞ്ചേറ്റി സിനിമയായിരുന്നു വാഴ 2. സിനിമയിലെ ഓരോ സീനും ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു. അക്കൂട്ടത്തിൽ മലയാളികളെ മാറ്റിച്ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ബിജുക്കുട്ടന്റെ പടക്കം പൊട്ടിക്കുന്ന സീനായിരുന്നു. ഓരോ വിഷുവിനും മലയാളികൾ ഒന്നടക്കം ഷെയർ ചെയ്തൊരു വൈറൽ വീഡിയോയുടെ സിനിമാവിഷ്കാരമായിരുന്നു അത്. വാഴ 2 തിയേറ്ററിൽ മുന്നേറുന്നതിനിടെ തന്നെ വൈറലായ ആ വ്യക്തിയെ ബിജുക്കുട്ടൻ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ എത്തിച്ചു. KSRTC ജീവനക്കാരനായ ഷിബൻ ലാലാണ് ആ വ്യക്തി. ഇപ്പോഴിതാ ആ വീഴ്ചയ്ക്കും വീഡിയോ വൈറലായതിനും ശേഷം തന്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് പറയുകയാണ് ഷിബൻ ലാൽ. ഷിബൻ ലാലിന്റെ വാക്കുകൾ ഇങ്ങനെ: എന്റെ മകനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനും പടക്കം പൊട്ടിച്ചത്. പക്ഷേ ഉദ്ദേശിച്ച ഫലം കിട്ടിയില്ല. പകരം നേരെ തിരിച്ചൊരു ഫലത്തിലേക്കാണ് അത് പോയത്. മകന് 5 വയസ്സുള്ളപ്പോഴാണ് സംഭവം. ഇപ്പോഴവന് 24 വയസ്സായി. അപ്പോൾ ഒരു 12 വർഷമായിട്ടുണ്ടാകും. ഒരു വിഷുദിനം വീട്ടിൽ വൈകുന്നേരം എല്ലാവരും കൂടി ഇരിക്കുകയായിരുന്നു. അനുജൻ ഗുണ്ട് എന്ന് പറയുന്ന പടക്കം കൊണ്ടുവന്നു. അത് പൊട്ടിവരുന്ന വീഡിയോ എടുത്ത് ഹാപ്പി വിഷു എഴുതിയിടാം എന്ന് കരുതി. വേറെ ആർക്കും ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞു. തീ കൊളുത്താൻ ശ്രമിച്ചപ്പോൾ വീടിന്റെ അടുത്തുള്ളൊരു ചേട്ടൻ ഠോ ഠോ എന്നൊക്കെ ഒച്ചത്തിൽ പറഞ്ഞെന്നെ പേടിപ്പിച്ചു. അതോടെ ഇത് പൊട്ടിയെന്ന് കരുതി ഞാൻ തിരിച്ചോടി. സ്ലിപ്പറായിരുന്നു ഞാൻ ഇട്ടിരുന്നത്. അതിന്റെ അറ്റം മടങ്ങി സ്ലാബും റോഡും ചേരുന്ന ഭാഗത്ത് വീണു. ഇന്നത്തെ ഒരു അവസ്ഥയിലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചുപോകും. നെഞ്ചിടിച്ചു. കാലിലെ തള്ളവിരൽ ഉരഞ്ഞ് നഖം ഫുൾ പൊളിഞ്ഞൊക്കെ പോയി. ഉള്ളംകൈയിൽ കല്ലുകൾ കുത്തിക്കയറി. ഒരാഴ്ചയാണ് അതെടുക്കാൻ ആശുപത്രിയിൽ കിടന്നത്. നെറ്റിപൊട്ടി. ഞാൻ വീണത് കണ്ടപ്പോൾ ആരും വന്നെണീപ്പിച്ചില്ല. എന്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ മാത്രമാണ് ഓടി വന്നത്. സിനിമയിൽ കാണിച്ചിരിക്കുന്നതെല്ലാം ശരിയാണ്. കോമഡിക്ക് വേണ്ടി ചെയ്തതെങ്കിൽ പോലും ആളുകൾ അതിനെ കോമഡിയാക്കി. 10-18 വർഷത്തിലേറെയായി ഞാൻ മദ്യപാനം നിർത്തിയിട്ട്. പക്ഷേ എന്നെ മദ്യപാനിയാക്കി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ എന്നൊക്കെ ചിത്രീകരിച്ചു. ഓരോ വിഷുവും ദീപാവലി വരുമ്പോഴും ഞാൻ ഫോൺ ഓഫ് ചെയ്തു വയ്ക്കും. പുറത്തോട്ടൊന്നും ഇറങ്ങില്ല. മുറിയിൽ തന്നെ ഇരിക്കും. എനിക്ക് തന്നെ പലരും കളിയാക്കി ഈ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അനുഭവിച്ച വിഷമം എന്നോടാരും ചോദിച്ചില്ല. മാനസികമായി എന്നെ ഒരുപാട് തളർത്തിയത്. കല്യാണം കൂടാനോ ഏറ്റവും അടുത്ത സുഹൃത്ത് മരിച്ചപ്പോൾ അവിടെ പോയി നിൽക്കാൻ പറ്റിയില്ല. ഇതിനേക്കാൾ എല്ലാം ഉപരി എന്നെ വേദനിപ്പിച്ചത് മകന് വന്ന വിഷമമാണ്. അവസാനം അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടി വന്നു. നല്ലോണം പഠിക്കുന്ന കുട്ടിയായിരുന്നു. വിദ്യാഭ്യാസത്തിൽ പുറകോട്ടുപോയി. പുറത്തിറങ്ങാതായി. അതൊന്നും ആരും എന്നോട് ചോദിച്ചിട്ടില്ല. പടക്കമെന്ന് വിളിച്ച് ഭാര്യയെ കളിയാക്കുമായിരുന്നു. എന്റെ അപകടത്തേക്കാൾ കൂടുതൽ അത് കോമഡിയായി ആളുകൾ കണ്ടു. ഒരാൾക്കത് വന്നു കഴിയുമ്പോഴേ അത് മനസ്സിലാകൂ. അത് പോസ്റ്റ് ചെയ്ത ആളും ഇതൊന്നും ചിന്തിച്ചു കാണില്ല. അനുഭവിക്കുന്നത് ഞാനും കുടുംബവുമാണ്. ക്ലബ് FM-നോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം.